മൊയ്തീൻക്ക് ആ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള്. ടി വിയിൽ കാണുന്നതൊന്നുമല്ല, ടി വിക്കാരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ. അപ്പുറത്തേക്ക് അങ്ങോട്ട് 7 ക്ലാസ് മുറി ഉണ്ട്. 7 ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതിന്നാണ് ഇപ്പൊ നമുക്ക് 5-6 മയ്യത്തടക്കം കിട്ടിയിട്ടുള്ളത്. 2 കാല് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെ ആ കാല് കിട്ടിയവന്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ. അപ്പൊ എത്ര ആളുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ. ഓക്കെ, ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട. എനിക്ക് 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ. കളക്ടറേറ്റിൽ നിന്ന് കോള് വന്നിട്ട് നമുക്ക് നമ്മളെ സംഘത്തിനും. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞില്ല, നമ്മളെല്ലാം പോയി കഴിഞ്ഞില്ല. ഇവിടുന്ന് എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് എവിടെയുള്ളത് ഒരു കൊച്ചു പോയി. കോറത്തുണി 700 രൂപ, മാക്സിമം 1000 രൂപന്റെ ചെലവേള്ളൂ. എനിക്ക് നോക്കും പഠിച്ചോന്റെ അടുത്തേക്ക് പോകാൻ മാക്സിമം 1000 രൂപന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 രൂപയുള്ളൂ. കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 രൂപന്റെ ചുവടെ എനിക്ക് നോക്കി ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയുള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ചു കൊണ്ടുവരുന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉദിച്ചാണ് മേലെയായിരിക്കും. അന്ന് നമ്മൾ നഗ്നരായിരിക്കും. അന്ന് എരികൂട്ടിയവനും കുത്തിത്തിരിപ്പുണ്ടാക്കിയവനും വീറും വാശിയും കൊണ്ട് പക തന്നവനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടുനടക്കാൻ പറ്റണം.